ദിസ് ന്യൂസ് ജനങ്ങൾക്കു വേണ്ടി ബോബി ആൻഡ് മർഡോണ. രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി ബോബി ചമ്മണ്ണൂർ 600 കിലോമീറ്റർ ഓടുന്നു. 18 വയസ്സ് കഴിഞ്ഞാൽ ഏത് സ്ത്രീയുടെയും മൗലിക അവകാശമാണ് ഇഷ്ടപ്പെട്ടവർക്ക് തന്റെ സമ്മതിദാന അവകാശം വളരെ രഹസ്യമായിട്ട് വിനിയോഗിക്കാന്നുള്ളത്. കോഴിത്തലയാ തോന്നിയാസം പറഞ്ഞല്ലോ. അയ്യോ, തെറ്റിദ്ധരിച്ചു. വോട്ട് കുത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട്. ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. ചുമ്മാതെ കളയരുതമ്മിണിയെ. ഇന്നു രാത്രി 10 മണിക്ക് ഡെമോക്രസിയിൽ ചുങ്കത് ജ്വല്ലറി ഡെമോക്രസി brought you by Real Gold, Everlasting Relationships, Chungat Jewelry. Powered by Double Rose അവതരിപ്പിക്കുന്നു പുതിയ ഡയറ്റ് പായസം മിക്സ്. മനസ്സും നിറയെ കഴിക്കൂ. ARMC മൈ ഡോക്ടർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ARMC. ആർക്കും താങ്ങാവുന്ന ചിലവിൽ ഒരു ക്ലിനിക് ഉണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ IVF ചികിത്സാ കേന്ദ്രം. ARMC. ഇനിയും കൗലാ കൊതിയുണർത്തുന്ന അതേ രുചി. ഇനി ഒന്നും നോക്കാനില്ല. മനസ്സറിഞ്ഞ സൗഹൃദം. ITC ബാങ്ക്. ബെറ്റർ ബാങ്കിംഗ്, ബെറ്റർ ലൈഫ്. ശരീരവും മനസ്സും വിശ്രമാവസ്ഥയിലേക്ക് പോവുകയും വ്യക്തി അജേഷ്ഠനാവുകയും തന്റെ പരിസരങ്ങളെ മറക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ഉറക്കം എന്ന് പറയുന്നത്. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആവശ്യമായ ഒരു ജീവധർമ്മ പ്രക്രിയയാണ് ഉറക്കം. ക്ഷീണം മാറ്റി ഉന്മേഷം നൽകുന്ന ഒരു ഉപാധി എന്ന നിലയ്ക്ക് ഉറക്കത്തിന് പ്രധാന സ്ഥാനമാണ് ഉള്ളത്. ഉറക്കം നിസ്സാരമായി തള്ളാവുന്ന ഒരു അവസ്ഥയല്ല. കൃത്യമായ ഉറക്കം ലഭിക്കുവാൻ എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുകയും ഒരേ സമയത്ത് ഉണരുകയും ചെയ്യേണ്ടതാണ്. മാനസിക പിരിമുറുക്കവും ആശങ്കയുമാണ് ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകുന്ന പൊതുഘടകങ്ങൾ. രാത്രിയിൽ ഉറക്കം പോരെന്ന ആശങ്കയിൽ പകൽ ഉറങ്ങുന്നവർക്ക് പിന്നീട് ഉറക്കം കുറയുന്നതും പ്രശ്നമാകാറുണ്ട്. ഇന്ന് ലോക ഉറക്ക ദിനമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യജീവിതത്തിൽ ഉറക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഉറക്കവും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സൺറൈസ് ഹോസ്പിറ്റലിലെ ENT സർജൻ ഡോക്ടർ രഞ്ജിനി രാഘവനാണ് മൈ ഡോക്ടറിൽ ഇന്ന്. ഡോക്ടർ, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഉറക്ക ദിനമാണ് ഇന്ന്. എന്താണ് ഈ ഒരു ദിനത്തിന്റെ പ്രത്യേകത? നമ്മുടെ ഉറക്കം നമുക്ക് എത്രത്തോളം അത്യാവശ്യമാണെന്ന് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത്. എല്ലാ കൊല്ലവും വേൾഡ് അസോസിയേഷൻ ഓഫ് സ്ലീപ്പ് മെഡിസിൻ ഈ ഒരു ദിവസം ആചരിക്കുന്നുണ്ട്. കാരണം ഉറക്കം നമ്മുടെ ശാരീരിക മാത്രമല്ല മാനസിക ആരോഗ്യത്തിനും വളരെ വളരെ അത്യാവശ്യമാണ്. ഉറക്കക്കുറവുള്ള പലർക്കും പല മാതിരിയുള്ള അസുഖങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഈ ഉറക്കക്കുറവ് ഉണ്ടാക്കുന്നത് നമ്മുടെ സ്ലീപ്പ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു അസുഖങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും അത് അത്രത്തോളം പ്രാധാന്യത്തോടെ തന്നെ അത് കരുതി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളതും നമ്മളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത്. എന്താണ് ഈ ഉറക്കം? ഈ ഉറക്കത്തിന് എന്താണ് ഈ ഉറക്കം എന്നൊന്ന് വിശദീകരിക്കാമോ? ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു റെസ്റ്റ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ പല ടൈപ്പ് പ്രോസസ്സസ് നടക്കുന്നുണ്ട്. നമ്മൾ പല പല റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ കുട്ടികൾക്ക്, അതുകൊണ്ട് തന്നെയാണ് കുട്ടികളിലൊക്കെ ഉറക്കം വളരെ പ്രാധാന്യമാണെന്ന് പറയുന്നത്. കാരണം ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴാണ് ബുദ്ധി വളർച്ച, ബാക്കിയെല്ലാ നമ്മളൊരു റെസ്റ്റ് ഉണ്ടായിക്കൊണ്ട് ബാക്കി എല്ലാ സിസ്റ്റംസും വർക്ക് ചെയ്യും ആ സമയത്തും. എന്നിട്ടാണ് നമ്മുടെ ഒരു ആരോഗ്യ നില പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ തന്നെ വെറുതെ ഒരു 2-3 മണിക്കൂർ ഉറങ്ങിയാൽ മാത്രം പോരാ. പലർക്കും പല ഏജ് പ്രകാരം പല ഇത്രയും മണിക്കൂർ ഉറക്കം അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു മുതിർന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു 6 അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറക്കം വേണം. അപ്പോൾ പലരും പറയുന്നത് പ്രായമാകുമ്പോൾ എനിക്ക് അത്ര ഉറക്കം വേണ്ട, അപ്പോൾ പിന്നെ അത്രയ്ക്ക് ഉറക്കം വേണ്ട ആവശ്യമില്ല, ഒരു 3 മണിക്കൂർ ഉറങ്ങിയാൽ മതി എന്നൊക്കെയാണ്. പക്ഷെ അത് ശരിയല്ല. കാരണം അവർക്ക് പ്രായമായാലും അവർക്ക് അത്രയും തന്നെ ഉറക്കം ആവശ്യമാണ്. അപ്പോൾ അവർ രാത്രി അത്രയും ഉറക്കം പറ്റുന്നില്ലെങ്കിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഇടയ്ക്കോ കുറച്ച് ചെറിയൊരു ഉറക്കം, ആ ഒരു 8 മണിക്കൂർ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഒരു സ്ലീപ്പ് ഡെപ്റ്റ് എന്ന് പറയും. ആ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു ബാക്കി നിൽക്കുമ്പോൾ നമ്മൾ ആരോഗ്യത്തിനെയാണ് അത് പിന്നീട് ബാധിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 16 മണിക്കൂർ വരെ ഉറക്കം വേണം. കുറച്ചുകൂടി മുതിർന്നതാകുമ്പോഴത്തേക്കും ഒരു 10 അല്ലെങ്കിൽ 12 മണിക്കൂർ. ഇപ്പോൾ ഈ ടീനേജേഴ്സിനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 12 മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ്. പക്ഷെ പലരും അത് ചെയ്യുന്നില്ല. കാരണം അവരൊക്കെ രാത്രി 12 മണിക്ക് കിടന്ന് പിന്നെ ഒരു 6 മണിക്ക് എണീക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് പലർക്കും ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം
മൂടിയാവുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നതും. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, പറയൂ. ശങ്കരൻ കണ്ണൂര്. സാർ, എനിക്ക് വളരെ ഉറക്കക്കുറവാണ് രാത്രി. എത്ര മണിക്കൂർ ഉറങ്ങും? 55 വയസ്സാണ് എനിക്ക്. എല്ലാ ദിവസവും രാത്രി ഉറക്കം കുറവാണോ? എല്ലാ ദിവസവും അതെ. എത്ര നേരം ഉറങ്ങും? കൂടി വന്നാൽ ഒരു 2-3 മണിക്കൂർ ഉറക്കം കിട്ടാറുണ്ട്. ഇത് എത്ര നാളായി? അതെ, ഒരു 3 മണിക്കൂർ. അല്ല, എത്ര നാളായി? ഇത് കുറെ വർഷങ്ങളായി, കുറെ നാളായിട്ടല്ല. അതെ, ഇപ്പൊ എല്ലാ ദിവസവും ഒരു ഫിക്സ്ഡ് ടൈമിനാണോ ഉറങ്ങുന്നത്, അതോ വളരെ ലേറ്റ് ആയിട്ടാണോ കിടക്കുന്നത്? ഒരു 11 മണിക്ക് കിടക്കാറുള്ളൂ. കിടന്ന ഉടനെ ഉറക്കം വരുവോ? ഇല്ല, ഉറക്കം വരില്ല. അപ്പൊ പിന്നെ അവിടെ തന്നെ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുവോ? തിരിഞ്ഞും മറിഞ്ഞിങ്ങനെ കിടക്കല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു ശരിക്കും അങ്ങനെ ഉറക്കം തിരിഞ്ഞു മറിഞ്ഞു കിടക്കാണ്ട് ഒന്ന് എണീറ്റ് പോയി എന്തെങ്കിലും വായിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി കിടക്കാൻ. എപ്പോഴും ഒരു ഫിക്സ്ഡ് ടൈമിന് എന്നും കിടക്കാൻ നോക്കണം. അത് തുടക്കത്തിലൊന്നും അങ്ങനെ ഉറക്കം വരില്ല, പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഉറക്കം വരും. കിടന്ന് TV ഒന്നും കാണരുത്, അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഉറക്കമില്ലായ്മ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഉറക്കം ശരിക്കും കിട്ടുന്നില്ല എന്നുള്ളത്. എന്താണ് ഈ ഉറക്കമില്ലായ്മയുടെ ഒരു കാരണം? ഈ ഉറക്കമില്ലായ്മയുടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് കാരണങ്ങളുണ്ടാവാം. ഇപ്പോൾ അതുകൊണ്ടാണ് അതിന് സ്ലീപ്പ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊരു സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അത് ശ്വാസനാള തടസ്സം വരുമ്പോൾ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കൂർക്കവലിയുടെ കൂടെ തന്നെ ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല. ഇപ്പോൾ ഇൻസോംനിയ എന്നാണ് ഇപ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞൊരു പേഷ്യൻ്റ് ഉള്ളത്. ഇൻസോംനിയ എന്ന് പറയുന്നൊരു അസുഖമാണ്. അപ്പോൾ അതിനും എന്താ വെച്ചാൽ ഈ ഉറക്കം കിടന്നു കഴിഞ്ഞാലും ഉറക്കം ശരിക്കും വരുന്നില്ല. അപ്പോൾ അത് ചിലർ ഈ എന്താ വെച്ചാൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പല ആലോചനകളും അതിലൊക്കെ മുഴുകി കിടക്കുമ്പോഴത്തേക്കും ആ ഉറക്കം ശരിയാകുന്നില്ല. പലർക്കും ഒരു ഹാബിറ്റ് ഉണ്ട്, രാത്രി കുറച്ച് മദ്യം കഴിച്ചിട്ട് കിടക്കൽ, അല്ലെങ്കിൽ പുക വലിക്കുന്നത്. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഉറക്കം ശരിക്കുള്ള ഉറക്കം കിട്ടുന്നില്ല. അതേമാതിരി രാത്രി എക്സസൈസ് ചെയ്യുവാണെങ്കിൽ അപ്പോഴും ശരിയായ ഒരു ഉറക്കം ഉണ്ടാവില്ല. പിന്നെ ഇതേമാതിരി രാത്രി 11 മണി 12 മണി ആ ഒരു ഉറക്കത്തിന് ഡെഫിനറ്റ് ടൈമിൽ കിടന്നിട്ടില്ലെങ്കിലും ഈ ഒരു ഉറക്കം ശരിയാവുന്നില്ല. അപ്പം ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പല പ്രശ്നങ്ങളിലേക്കും ആണ്, നമുക്ക് ശാരീരിക പ്രശ്നങ്ങളിലേക്കുമാണ് നമുക്ക് പോകുന്നത്. ഈവൻ മാനസിക പ്രശ്നങ്ങൾ, ഡിപ്രഷനും ഇതെല്ലാം ഇത് കാരണം തന്നെ ഉണ്ടാവാം. ഇപ്പോൾ ഈ ഒരു ഉറക്കക്കുറവ് കാരണം നമുക്ക് എന്താ മെയിൻ തിങ് എന്താ പറ്റുന്നത് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരാൾക്ക് ഈ ഷുഗർ, കാരണം പ്രഷറും പ്രമേഹവും ഇതെല്ലാം ഈ ഒരു ഉറക്കക്കുറവ് കൊണ്ട് തന്നെ ഉണ്ടാവാമെന്ന് പലർക്കും മനസ്സിലാവുന്നില്ല. കാരണം ഈ ഉറക്കക്കുറവ് വരുമ്പോൾ ഈ ശരീരത്തിൽ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ അളവ് കൂടും. അപ്പോൾ നമ്മുടെ ഇൻസുലിൻ എന്നുള്ളൊരു ഹോർമോൺ അതിന് ശരിക്കുള്ളൊരു ആക്ഷൻ എടുക്കാൻ പറ്റാണ്ട് പ്രമേഹത്തിലുള്ള സാധ്യത കൂടുകയാണ്. അതേമാതിരി പ്രഷറും രക്തസമ്മർദ്ദം, ഹൃദയാഘാതം ഇതെല്ലാം ഈ ഉറക്കക്കുറവ് കാരണം ആൾക്കാർക്ക് വരാം. കാരണം ഈ ഉറക്കക്കുറവിൻ്റെ കൂടെ തന്നെ ഓക്സിജൻ്റെ അളവ് കുറയുകയാണ് പലർക്കും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. അതേമാതിരി ഉറക്കക്കുറവ് ഉണ്ടായിട്ട് ഒരാൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ മദ്യപിച്ച് ഒരാൾ ഓടിക്കുന്ന മാതിരി തന്നെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതകൾ അത്ര തന്നെ ഉണ്ടാവുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഡോക്ടർ, ഇത്തരത്തിലുള്ള ഈ ഉറക്കമില്ല എന്ന് പറഞ്ഞുള്ള രോഗികൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടാകുമല്ലോ. അതിൽ കൂടുതലും കാരണങ്ങൾ എന്തായിരുന്നു ഇതിൽ വന്നിട്ടുള്ളത്? കാരണം ഒരു മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു സ്ലീപ്പ് അപ്നിയ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇതെന്താ വെച്ചാൽ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുമ്പോഴത്തേക്കും കൂർക്കം വലി, അതിൻ്റെ കൂടെ തന്നെ ശ്വാസം നിൽക്കുകയാണ്. കാരണം ശ്വാസനാളത്തിൽ തടസ്സം വരുമ്പോൾ ഈ കൊഴുപ്പ് എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ശ്വാസനാള തടസ്സം വരുമ്പോഴത്തേക്കും ഈ ഒരു ശരിക്കുള്ള വായു നമ്മൾ ലങ്സിലേക്കും അത് കാരണം ശരിക്കുള്ള ഓക്സിജൻ തലച്ചോറിലേക്കും പോകുന്നില്ല. അപ്പം ഇത് കുറേ കാലമായിട്ട് പോകുമ്പോഴത്തേക്കും ഉറക്കം ശരിയായിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും രാത്രി അവർ ഉറക്കത്തിൻ്റെ ഇടയിൽ ശ്വാസം കുറച്ച് നേരം നിൽക്കാം. അതേമാതിരി പലപ്പോഴും അവർക്ക് ശ്വാസം കിട്ടാത്ത മാതിരി അവർ ചാടി എണീക്കും. ഈ ഓക്സിജൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് പകൽ സമയത്താണെങ്കിലും അവർ ജോലി എടുക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ അതൊക്കെ ഉറക്കം തൂങ്ങാം. ഉറക്കത്തിൻ്റെ ഈ ഒരു കോൺസെൻട്രേഷൻ പവർ കുറയും. അപ്പോൾ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാം ചിലപ്പോൾ ഇവർ ഈ ഒരു ശരിക്കുള്ള അവരൊരു കംപ്ലീറ്റ് ആ ഒരു ഇത്
കോൺസെൻട്രേഷൻ ഉണ്ടാവേണ്ട എസ്പെഷ്യലി ഒരു മെഷീനറിയിലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആകുമ്പോഴത്തേക്കും ആക്സിഡൻസ് വരാനുള്ള സാധ്യതകൾ കൂടും. ഒരു കോളുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. പറയൂ. ശരി, ഓക്കെ. മാഡം, ഹലോ, പറയൂ. മാഡം, മാഡത്തിനല്ലേ സംസാരിക്കുന്നത്? മാഡം അല്ലേ? ഹലോ, സാർ, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. സുന്ദരൻ എന്ന് പറഞ്ഞ ആളാണ്. ഒരു ശരാശരി ഒരു മനുഷ്യന്റെ ഉറക്കം എത്രയാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങുന്നതുകൊണ്ട് എന്തെങ്കിലും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലതും വരുന്നുണ്ടോ അതും കൂടി അറിയുന്നതാണ്. ശരാശരി എത്ര ഉറക്കം ഒരു മനുഷ്യന് വേണമെന്നോ? ശരാശരി ഒരു ദിവസം ഒരു മനുഷ്യന് എത്ര 5-6 മണിക്കൂറാണോ 7 മണിക്കൂറാണോ അറിയാൻ വേണ്ടിയിട്ടാണ്. 6 മുതൽ 8 മണിക്കൂർ വരെ വേണം. ഓക്കെ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യത്തിന് വല്ല പ്രശ്നങ്ങളുണ്ടോ? തടി കൂടും, അങ്ങനെ വല്ല സംഭവം സംഭവിക്കും? ഇല്ല, ഉച്ചയ്ക്ക് ഉറങ്ങുന്നതുകൊണ്ട് തടി കൂടൊന്നുമില്ല. പലരും ഉച്ചയ്ക്ക് മിക്കവാറും ഈ ഉറക്കം വരുന്നത് എന്താ വെച്ചാൽ രാത്രിത്തെ ഉറക്കം ശരിയാവുന്നില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും ആ ശരീരത്തിൽ ആ ഒരു ക്ഷീണം ഉണ്ടാകുമ്പോഴാണ് ആ ഉച്ചയ്ക്ക് ഉറക്കം വരുന്നത്. വൈകുന്നേരത്ത് ലൈറ്റ് ആയിട്ട് ഉറങ്ങിയിട്ട് രാവിലെ 7 മണി 7:30 ആകുമ്പോ എണീക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. കാരണം സൂര്യോദയത്തിന് എണീക്കണം എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അതെ, പക്ഷെ അത് നേരത്തെ കിടക്കാനും നോക്കണം. ഇത്ര ലേറ്റ് ആയിട്ട് കിടക്കുമ്പോഴത്തേക്കും ആ ഓരോ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് ആ പകലും ആ ഉറക്കം ക്ഷീണം വരുന്നത്. അല്ല, മിക്കവാറും നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷൻ TV എല്ലാം കണ്ടിട്ട് കിടക്കുമ്പോൾ ഒരു 11 മണിയൊക്കെ ആവുന്നുണ്ടല്ലോ മാഡം. അതെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ സ്ലീപ്പിന്റെ പ്രോബ്ലംസും കൂടുന്നത് നമ്മുടെ ജനറേഷനിൽ. അതെ അല്ലേ? അതെ അതെ. മിക്കവാറും കറക്റ്റ് സമയത്തിന് ഉറങ്ങാനുള്ള ശ്രമിക്കാം. അതെ അതെ. ഓക്കെ മാഡം, ശരി. നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ ഡേ ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വരുന്നവർക്കാണ് ഏറ്റവും ഈ ഉറക്കത്തിന്റെ ഒരു പ്രശ്നം വരുന്നത്. അതിനെന്താ ഒരു പരിഹാരം കാണുന്നത്? ഇല്ല, അതിന് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ അത് വളരെ ശരിയാണ്. കാരണം നമ്മുടെ ഒരു ബോഡി ഒരു റിതം ഉണ്ടാവും. നമ്മുടെ ബോഡിയിൽ നമ്മൾ ഈ ഡേ ടൈമിൽ എണീറ്റിരിക്കണം, രാത്രിയാണെങ്കിൽ ഉറങ്ങണം. അപ്പോൾ ആ ഒരു സർക്കേഡിയൻ റിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ IT ഇൻഡസ്ട്രിയിലൊക്കെ പലർക്കും ഇപ്പോൾ ഈ നൈറ്റ് ഷിഫ്റ്റാണ് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു വരുമ്പോഴത്തേക്കും ആ ബോഡി റിതം കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ രാത്രി അവർക്ക് ജോലി ചെയ്യുകയും വേണം, രാവിലെ അവർക്ക് ഉറങ്ങാനുണ്ട്. അപ്പോൾ ആ ബോഡി അത് അഡ്ജസ്റ്റ്മെൻറ്റ് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പലപ്പോഴും ഈ ഒരു സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അതേമാതിരി ഇപ്പോൾ യാത്ര ചെയ്യുവാണെങ്കിൽ കൂടുതലും ഈ വിദേശ രാജ്യത്തേക്ക് പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു ടൈമും ഇവിടുത്തെ ടൈമും തമ്മിലുള്ള വ്യത്യാസം, ആ ഒരു കാലം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും ഇതേമാതിരി ഈ ഒരു പ്രശ്നങ്ങൾ പലപ്പോഴും നേരിടേണ്ടി വരുന്നുണ്ട്. അതേമാതിരി കുറച്ച് കാഴ്ച ഇല്ലാത്ത ആൾക്കാർക്ക്, കാരണം അവർക്കും ഈ പകൽ എപ്പോഴാണ് രാത്രി എപ്പോഴാണെന്ന് അറിയുന്നില്ല. അപ്പം അങ്ങനെയുള്ള പലർക്കും ചിലപ്പോൾ ഇതേമാതിരി കാണാം. പിന്നെ പ്രായമായാൽ അവർക്കും. അപ്പോൾ ഇതെല്ലാം ആ IT ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് പലർക്കും ഈ ഒരു ഇത് കാരണം തന്നെ സ്ലീപ്പ് ഡിസോർഡേഴ്സ് വളരെ കോമൺ ആണ്. അവരെല്ലാവരും ഈ ലേറ്റായിട്ട് കിടന്ന് രാവിലെ എണീക്കും, ലേറ്റായിട്ട് ഫുൾ ടൈം ജോലി ചെയ്ത് രാവിലെ ഒരു 10 മണിക്ക് കിടന്ന് പിന്നെ വൈകുന്നേരം എണീറ്റ് ആ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ആ റിതം മുഴുവൻ മാറുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്കൊക്കെ പ്രശ്നങ്ങൾ കാണും. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ആരാണ്? പറയൂ. കുഞ്ഞികൃഷ്ണൻ. ഹലോ സാർ. ഹലോ, പറയൂ. ഈ ഉറക്കത്തിനെ പറ്റി പറയുമ്പോൾ ചില പ്രത്യേക അവസരങ്ങൾ ജീവിത സാഹചര്യത്തിൽ 2-3 ദിവസമൊക്കെ തുടർച്ചയായിട്ട് ഉറക്ക് മാറ്റിവെക്കേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ ജീവിതത്തെ എങ്ങനെയാ അഫക്ട് ചെയ്യുന്നത്? അത്രയും സന്ദർഭങ്ങളിൽ ഈ ചില സമയത്ത് ഇപ്പം 1-2 മണി ദിവസങ്ങളൊക്കെ ഉറക്കം ഒഴിയേണ്ട ചില സ്ഥിതിവിശേഷം വരുമല്ലോ ജീവിതത്തില്. അങ്ങനെയുള്ള സന്ദർഭത്തില് എങ്ങനെ അത് പരിഹരിച്ച ശരീരം? അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ ഒരു സ്ലീപ്പ് ആ ഒരു ഇത് ബാക്കിയായി നിൽക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ശരീരത്തിലേക്ക്. അപ്പൊ അതിന് പിന്നീട് എങ്ങനെയെങ്കിലും ആ ഒരു ബാക്കി ഉറക്കം അതെങ്ങനെയെങ്കിലും അതൊന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നേരം ഉറങ്ങാൻ നോക്കണം. ഇല്ലെങ്കിൽ അതെങ്ങനെയായാലും ശരീരത്തെ പിന്നെ ബാധിക്കും. അതിനുവേണ്ടി വേറെ ടാബ്ലറ്റ്സോ മരുന്നോ ഒന്നുമില്ല. മറ്റൊരു വലിയൊരു പ്രശ്നമാണ് ഈ കൂർക്കം വലി ഉറക്കത്തിനിടയിൽ. എന്താണ് ഇതിന് കാരണമായി ആവുന്നത്? കൂർക്കം വലി ഞാൻ പറഞ്ഞ മാതിരി ശ്വാസനാളം തടസ്സം വരികയാണ്. പലർക്കും ഈ ഒരു വെയിറ്റ് കൂടുന്നു. കാരണം ഇപ്പോഴത്തെ കാലത്ത് പലരും എക്സസൈസിനോ ഒന്നും ഇല്ല, ഈ ഫാസ്റ്റ് ഫുഡ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ചെറിയ യങ് ജനറേഷനിൽ തന്നെ ആൾക്കാർ വെയിറ്റ് കൂടുന്നുണ്ട്. ഈ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കൂടെ തന്നെ നമ്മുടെ കഴുത്തിലും ഈ ശ്വാസനാളത്തിൻ്റെ പല ഭാഗത്തും ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ആകുമ്പോൾ നമ്മുടെ ശ്വാസനാളം, കാരണം മൂക്കുന്ന് നാവിൻ്റെ അതുവരെ നമ്മുടെ ശ്വാസനാളുണ്ട്, അതിൻ്റെ വിസ്താരം കുറയുകയാണ്. അപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ ആ ചെറിയ വഴി കൂടെയാണ് പോകേണ്ടി വരുന്നത്. അപ്പോൾ ഈ വിസ്താരം കുറയുമ്പോഴത്തേക്കും നമ്മുടെ മസിൽസ് എല്ലാം രാത്രി ഉറങ്ങുമ്പോൾ അത് എല്ലാം നമ്മുടെ മസിൽസ് റിലാക്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ ചെറുതായ ഈ ശ്വാസനാളം ഒന്നുകൂടി ചെറുതാവും. അപ്പം തീരെ ശ്വാസം താഴേക്ക് പോവാതെയാവും. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് ഈ ഒരു സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. കാരണം ശ്വാസം കംപ്ലീറ്റ് ആയി നിൽക്കുകയാണ്. അതാണ് അപ്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം കംപ്ലീറ്റ് ആയി നിൽക്കുകയാണ്. അപ്പോൾ കൂർക്കം വലിയും അതിനും പ്രധാനമായിട്ട് അതിൻ്റെ കൂടെ ഈ സ്ലീപ്പ് അപ്നിയയും ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ അതിലേക്ക് അറിയേണ്ടതുണ്ട്. ഒരു കോൾ കൂടിയുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. എൻ്റെ പേര് സനീഷ് എന്നാണ്. ഞാൻ ചെങ്ങമനാട് നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ അനുജന്റെ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. അവനിപ്പോ +1 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. മാത്രമല്ല രാവിലെ തന്നെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോ എന്തെങ്കിലും മീൻസ് ഡേ ടൈമിൽ എന്തെങ്കിലും മറ്റു ആക്ടിവിറ്റികൾ എന്തെങ്കിലും ചെയ്താൽ ഈ ഉറക്കം മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാനാണ് ഞാൻ വിളിച്ചത്. ഡോക്ടർ കുറച്ച് നേരത്തെ പറഞ്ഞു 10 to 12 hours ടീനേജേഴ്സ് ഉറങ്ങണം. അത് പക്ഷെ അവര് പരീക്ഷ കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ? കാരണം അതെങ്ങനെയെങ്കിലും അവർക്ക് മേക്കപ്പ് ചെയ്യണം. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു എഫക്ട് കിട്ടും. ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ഒരു അറിവനുസരിച്ച് ഒരു 4 hour ഒക്കെയാണ് അവൻ ഉറങ്ങുന്നത് ഡെയിലി നൈറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ എക്സാം കഴിഞ്ഞിട്ട് ഒരു ആഫ്റ്റർനൂൺ 2 hour ഒക്കെ ഉറങ്ങും. അത്രേ ഉള്ളൂ. അല്ല എക്സാമിന്റെ ഗ്യാപ്പിന്റെ ഇടയിലുള്ള സമയത്ത് ഉറങ്ങാൻ പറ്റുമോ? അതാ പറഞ്ഞു, എക്സാം കഴിഞ്ഞിട്ട് 2 hour ഒക്കെ ഒരു റെസ്റ്റ് എടുക്കാറുണ്ട്. അതെ, പക്ഷെ അതിപ്പോ എക്സാം ഇപ്പൊ എത്ര ദിവസം ഉണ്ട്? എക്സാം ഇപ്പൊ 22nd, ഇനിയിപ്പോ കുറച്ച് നാളത്തെ ഗ്യാപ്പാണ് അല്ലേ? അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിപ്പോ എക്സാം മാക്സിമം ഒരു മാസമല്ലല്ലോ. അവന്റെ റുട്ടീൻ ശരിക്കും അങ്ങനെ തന്നെയാണ്. ക്ലാസ്സിൽ പോകുമ്പോഴും ശരിക്കും ഇതേ രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എക്സാം ആയിരുന്നു കുറച്ചുകൂടി സ്ട്രെയിൻ എടുക്കുന്നു മാത്രം. അല്ല, അതാണ് പ്രശ്നം വരുന്നത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് പിന്നെ ഈ പ്രശ്നങ്ങൾ വരും. കാരണം അവർക്ക് ആ ഒരു പെട്ടെന്ന് ദേഷ്യം വരുന്ന മാതിരിയും ആ സ്ട്രെസ് ലെവൽസും ഇതെല്ലാം കൂടാം. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് ആൾക്ക് ചെറുതായിട്ട്. ഒരുപാട് വല്ലാണ്ട് വെച്ചിട്ട് മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ ചെറുതായിട്ട് വോമിറ്റ് ചെയ്യാൻ തോന്നും. അതാ സ്ട്രെസ് ലെവൽസ് കൂടുന്നത് കൊണ്ടാണ്. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഉറക്കം വേണം, അത്യാവശ്യമാണ്. നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മൈ ഡോക്ടർ തുടരും. ARMC മൈ ഡോക്ടർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ARMC. ഊണുപൊടി പൊടിക്കാം, സദ്യ കെങ്കേമമാക്കാം, മലയിൽ സാമ്പാർ പൊടി. ഗൃഹലക്ഷ്മി പുതിയ ലക്കം ബ്യൂട്ടി സ്പെഷ്യൽ. അടി മുതൽ മുടി വരെ സുന്ദരിയാവാം. കുതിച്ചും കിതച്ചും സ്ത്രീകൾ. ജയസൂര്യ കുടുംബസമേതം. സ്ത്രീ വോട്ടർമാർ മനസ്സ് തുറക്കുന്നു. കൂടാതെ മറ്റു ഫീച്ചറുകളും. ഗൃഹലക്ഷ്മി മാർച്ച് 2 ലക്കം ഇപ്പോൾ വിപണിയിൽ. അച്ഛാ, ഇനി എത്ര ദൂരമുണ്ട്? എത്താറായി മോനെ. Oh God. കളിയാക്ക മതി ഒത്തിരി സൂക്ഷിച്ച്. ചക്രവാളങ്ങൾ ചുവന്നു. മൈ ഡോക്ടർ തുടരുന്നു. ഡോക്ടർ, നമ്മൾ കൂർക്കം വലിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അറിയാനുള്ള ഒരു ടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും. കാരണം നമ്മൾ പലപ്പോഴും വരുന്ന ആൾക്കാർക്ക് അവർ കൂർക്കം വലിക്കുന്നുണ്ടെന്ന് പലരും അറിയുന്നില്ല. അവരുടെ വൈഫ്സ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണ് പറഞ്ഞിട്ടാണ് അറിയുന്നത്. അപ്പോൾ പലർക്കും ഒരു സീരിയസ് ആയിട്ടൊരു പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ സാധാരണ ഈ കൂർക്കം വലിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ആ ഓക്സിജൻ ലെവൽ എത്രത്തോളം കുറയുന്നുണ്ട്, അതേമാതിരി ഒരു മണിക്കൂറിൽ എത്രത്തോളം പ്രാവശ്യം ശ്വാസം നിൽക്കുന്നുണ്ട്, ഇത് രണ്ടും അറിയാനുള്ളൊരു ടെസ്റ്റാണ് ഒരു സ്ലീപ്പ് സ്റ്റഡി. ഒരു ദിവസം രാത്രി കിടന്നിട്ട് ഇതെല്ലാം ഒരു മെഷീനുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ പേഷ്യൻ്റ് ഉറങ്ങുമ്പോഴത്തേക്കും
1 മണിക്കൂറിൽ ഇത് എത്രത്തോളം പ്രാവശ്യം ശ്വാസം നിൽക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവുന്നുള്ളൂ ആ ഒരു സംഗതിക്ക് എത്രത്തോളം സീരിയസ്നെസ് ഉണ്ടെന്ന്. അതിൻ്റെ കൂടെ തന്നെ ഒരു എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂക്കിൽ നിന്ന് താഴെ ഒരു നാവിൻ്റെ ലെവലിൽ വരെ ടെസ്റ്റ് നോക്കിയിട്ട് ഏതൊക്കെ ലെവലിൽ ബ്ലോക്ക് ഉണ്ട്. കാരണം പലപ്പോഴും മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് അല്ലെങ്കിൽ ദശ ഉള്ളതുകൊണ്ട്, അതേമാതിരി താഴേക്ക് ഇറങ്ങുമ്പോൾ ടോൺസിൽ വീർത്ത് നിന്നിട്ട്, നാവിൽ തന്നെ കൊഴുപ്പ് കൂടി നിന്നിട്ട് നാവിൻ്റെ സൈസ് കൂടിയിട്ട്, ഇതെല്ലാം കാരണം ഈ ശ്വാസനാള തടസ്സം വരാം. അപ്പം ഇതെല്ലാം ഏതൊക്കെ ലെവലിലുണ്ട് എന്നുള്ളതും നോക്കും. കോളുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, കാലിക്കറ്റിനാണ് വിളിക്കുന്നത്. എന്റെ പേര് റുബീന. ഡോക്ടർ ഉറക്കക്കുറവിനെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ എന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഉറക്കം കൂടുതലാണ്. ഞാൻ എപ്പോഴും ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എപ്പോഴും ഒരു 10 മണി, രാത്രി 10 മണിയാകുമ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ 6 മണി 7 മണിയാകുമ്പോൾ എന്നാലും ഉച്ചയ്ക്ക് ഉറങ്ങും. എത്ര ഉറങ്ങിയാൽ അത്രയും സന്തോഷമുള്ള ആളാണ് ഞാൻ. അപ്പൊ ഇതെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഇതിന്റെ കൂടെ കൂർക്കം വലിക്കാറുണ്ടോ ഉറക്കുമ്പോ? ഇല്ല, കൂർക്കം വലിക്കാറില്ല. തടി കൂടുന്നുണ്ടോ? തടി കൂടുന്നുണ്ട്. തൈറോയിഡ് എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? തൈറോയിഡ് ഉണ്ടോന്ന് ഇപ്പൊ പലരും എന്നെ കാണുമ്പോ പറയുന്നു, കഴുത്ത് കുറച്ച് ഇതായിട്ട് വരുന്നുണ്ട് എന്നുള്ള. അപ്പൊ അങ്ങനെയാകുമ്പോൾ തൈറോയിഡ് ചെക്ക് ചെയ്യണം. കാരണം തൈറോയിഡ് ഹോർമോണിന്റെ ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കാരണം ചിലപ്പോൾ അത് കുറയുമ്പോഴും ഇതേമാതിരി എപ്പോഴും ക്ഷീണം, ഉറങ്ങാനുള്ള പ്രവണത ഇതെല്ലാം കാണാം. പിന്നെ എനിക്ക് വേറൊരു പ്രശ്നം കൂടെയുണ്ട്. ഒരു സംശയം വെച്ചാൽ എന്റെ മോൾ എപ്പോഴും വായി തുറന്നുറങ്ങുന്നു. മോൾക്ക് എപ്പോഴും മൂക്കടപ്പ് ഉണ്ടാവാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് മൂക്കടപ്പ് ഉണ്ടാവാറുണ്ട്, കൂർക്കം വലിക്കാറുണ്ട്. എന്താ വെച്ചാൽ മോൾക്ക് ഇപ്പൊ ഒരു ടോൺസിൽസും അതേമാതിരി വേറൊരു ഗ്രന്ഥി ഉണ്ടാവും മൂക്കിന്റെ പിന്നില്, എഡനോയിഡ്സ് എന്ന് പറഞ്ഞിട്ട്. അത് രണ്ടും വരുമ്പോഴത്തേക്കും മൂക്കൂടെ ശ്വാസം ശരിക്കും പോകുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് വായ തുറന്നു വെക്കുന്നത്. അതുകൊണ്ടാണ് കൂർക്കം വലി. പിന്നെ ഡോക്ടർ, ഈ തൈറോയിഡ് ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? അതൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ENT ഡോക്ടറോ അല്ലെങ്കിൽ ഫിസിഷ്യനോ ആരും കാണാം. ഇപ്പോൾ വന്ന കോളിൽ പറഞ്ഞു കുട്ടിക്ക് കൂർക്കം വലിയെന്ന്. ഈ കൂർക്കം വലിക്ക് ഒരു പ്രത്യേക പ്രായമോ അങ്ങനെ എന്താണ് അതിന്റെ ഒരു? കൂർക്കം വലി ആക്ച്വലി 2 പ്രായത്തിൽ കാണാം. ചെറുതായ കുട്ടികളിൽ കാണാം. അതൊരു 3-4 വയസ്സ് തൊട്ടിട്ട് ഒരു 10-12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ പലപ്പോഴും കാണാം. കാരണം അവർക്ക് എന്താ പറ്റുന്ന വെച്ചാൽ അവർക്ക് പലർക്കും ഈ തുമ്മലുണ്ടാവും, എലർജിയുടെ പ്രോബ്ലം ഉണ്ടാവും. ഈ എലർജിയുടെ പ്രോബ്ലം വരുമ്പോഴത്തേക്കും അവർ ഈ ടോൺസിൽസും അതേമാതിരി മൂക്കിൻ്റെ പിന്നിൽ വേറൊരു ഗ്രന്ഥിൻ്റെ എഡനോയിഡ്സ് ഉണ്ട്. ഇത് രണ്ടും അങ്ങോട്ട് വീർക്കുമ്പോഴത്തേക്കും മൂക്ക് കൂടെ ശ്വാസം ശരിക്കും പോകുന്നില്ല. അപ്പോൾ ആ ഒരു ബ്ലോക്ക് വരുമ്പോഴാണ് ഇവർ കൂർക്കം വലിക്കുന്നതും രാത്രി ഉറങ്ങുമ്പോൾ വായ തുറന്നുറങ്ങുന്നതും. അപ്പോൾ ഈ ഒരു ഉറക്കം അവർക്കും എന്തേമായി ഓക്സിജൻ്റെ ലെവൽ കുറയാണ്. അപ്പോൾ ഉറക്കത്തിലും മാതാപിതാക്കൾ ശ്രദ്ധിക്കുമ്പോൾ അവർ കഴുത്ത് കുറച്ച് നേരം നീട്ടി വെച്ചിട്ടായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക. ഉറങ്ങുമ്പോൾ തന്നെ അങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും ആയിരിക്കും ഉറങ്ങുന്നുണ്ടാവുക. പഠിത്തത്തിലുള്ള ശ്രദ്ധ കുറയും. ഇതെല്ലാം കാണാം. ഇതിന് പുറമെ ഒരു 30-40 വയസ്സിൻ്റെ ഇടയിലുള്ള ആൾക്കാരിലും ഇത് കാണാം. ഇവരിൽ കാണുന്നത് ഞാൻ പറഞ്ഞ മാതിരി ഈ കൊഴുപ്പ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ പ്രോബ്ലം കാണുന്നത്. അപ്പോൾ അവർക്കും ഇതേമാതിരി ഓക്സിജൻ്റെ അളവ് കുറയുമ്പോഴാണ് അവർക്കാണ് ഈ സ്ലീപ്പ് സ്റ്റഡിയും ഈ ഒരു സ്കോപ്പിയും ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. കോളുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ രാജീവ് ആണ്, ചാലക്കുടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. ഡോക്ടർ, ഞാൻ ഈ പത്രത്തിന്റെ ഓർഡറാണ് എനിക്ക്. ഹലോ, എനിക്ക് പത്രത്തിന്റെ പരിപാടിയാണേ. അപ്പൊ ഞാനൊരു രാത്രി 2 മണി 1:30-2 മണിയാകുമ്പോ എന്നിട്ട് പോകും. ഒരു 10-10:30ക്കാണ് കിടക്കുന്നത്. ഒരു 12 വർഷമായിട്ട് ഇപ്പൊ അത് തന്നെയാണ് എന്റെ ഒരു റൂട്ട് ഞാൻ ചെയ്തു പോകാൻ. പിന്നെ പകലൊരു കടയുണ്ട്, അപ്പൊ അതിലേക്ക് പകലും ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ദോഷം ഉണ്ടാവും. തീർച്ചയായിട്ടും ദോഷം ഉണ്ടാവും. അത് ഉറക്കം എങ്ങനെയെങ്കിലും കുറച്ച് കിട്ടണം. കാരണം ഇത് മാത്രം ചെയ്യുമ്പോഴത്തേക്കും ഉറക്കം, ഇതാണ് എല്ലാവരും വിചാരം. കാരണം ഈ ഉറക്കം നമുക്ക് എങ്ങനെയെങ്കിലും കുറയ്ക്കാലും പ്രശ്നം വരില്ല എന്ന്. അത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലാണ് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വരിക. ഇപ്പോൾ കൂർക്കം വലിയുടെ പ്രായത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മുതിർന്നവർക്കും ഇത് വരാം. അപ്പോൾ ഈ മുതിർന്നവർക്ക് ഇത് വരുമ്പോൾ ഈ കൂർക്കം വലിയുടെ ഒപ്പം തന്നെ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ പലപ്പോഴും അവരിങ്ങനെ ഈ ഉറക്കം തൂങ്ങുന്ന പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ ചെറുതായിട്ട് ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാം അവർക്ക് ആ ഒരു കുറച്ചായിട്ട് ഇങ്ങനെ ഉറങ്ങിപ്പോകും. അതേമാതിരി അവർക്ക് ഈ ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ അറിയാണ്ട് തന്നെ അവർ വിചാരിക്കുന്നുണ്ടാവും അവർ ഉറങ്ങിയിട്ടില്ല എന്നാണ്. ആ കുറച്ചൊരു സെക്കൻഡ്സ് മാത്രമായിട്ട് നമ്മളതിനൊരു മൈക്രോ സ്ലീപ്പ് എന്ന് പറയും.
ആ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കാണ് ഈ ആക്സിഡൻറ്റ്സ് വരാനുള്ള സാധ്യത കൂടുന്നത്. ഇപ്പോൾ ഈ ഓക്സിജൻ്റെ അളവ് കാരണം ഇപ്പോൾ പഠനങ്ങൾ കാണിക്കുന്നത് കാഴ്ചയ്ക്കും പ്രശ്നങ്ങൾ വരാം. കാരണം ഗ്ലോക്കോമ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇപ്പം ഗ്ലോക്കോമ വീക്കൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഗ്ലോക്കോമ ഉള്ള ആൾക്കാർക്കും ഈ ഒരു സ്ലീപ്പ് ആപ്നിയ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. കാരണം പലർക്കും ഈ ഒരു സ്ലീപ്പ് ആപ്നിയ ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഗ്ലോക്കോമയുടെ ഇത് പെട്ടെന്ന് കൂടും. അപ്പം അങ്ങനെ ആകുമ്പോഴാണ് അവർക്ക് ഈ കാഴ്ചശക്തിയൊക്കെ ബാധിക്കാൻ ചാൻസസ് കൂടുതൽ. അപ്പോൾ ഈ ഒരു പഠനം കാണിക്കുന്നത് അതും ഇങ്ങനത്തെ കാഴ്ചശക്തി ഈ റെറ്റിനോപ്പതി, ഗ്ലോക്കോമ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കും ഈ സ്ലീപ്പ് ആപ്നിയ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അതേമാതിരി രാത്രി ചിലർക്കും ഹാർട്ട് അറ്റാക്ക് രാത്രിയാണ് ഉണ്ടാകുന്നത്. രാത്രി അല്ലെങ്കിൽ ഏർലി മോർണിംഗ്, രാവിലെ ഒരു 3 മണി 4 മണിക്ക്. വേറെ ചിലർക്ക് രാവിലെ ആയിരിക്കാം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഈ രാത്രിയും അല്ലെങ്കിൽ പുലർച്ചെയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ആൾക്കാർക്കും ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്നത് സ്ലീപ്പ് ആപ്നിയ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ സ്ലീപ്പ് ആപ്നിയ കാരണമായിരിക്കാം ആ ഒരു സമയത്തുള്ള ഹാർട്ട് അറ്റാക്സ് വരുന്നത്. ഒരു ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ തുടരും. ഇന്ന് ആശയുടെ ബർത്ത്ഡേ. ഏയ് ട്രീറ്റ് വേണം. ഓക്കേ, നമുക്ക് ഷെയർ ചെയ്യാം. ദാ മൈ ഷെയർ. ഏയ് ഇനി എന്റെ ഷെയർ. മനസ്സറിഞ്ഞ സൗഹൃദം. ITC ബാങ്ക്. ബെറ്റർ ബാങ്കിംഗ്, ബെറ്റർ ലൈഫ്. V-Guard സ്റ്റെബിലൈസേഴ്സ് നിങ്ങളുടെ ഫ്രിഡ്ജിന് സംരക്ഷണമേകൂ എല്ലാ ആപത്തുകളിൽ നിന്നും. ഊണുപൊടി പൊടിക്കാം, സദ്യ കെങ്കേമമാക്കാം. മലയിൽ സാമ്പാർ പൊടി. ഡോക്ടർ, മൈ ഡോക്ടറിൻ്റെ സമയം ഇന്നിപ്പോൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വളരെയധികം നന്ദി മൈ ഡോക്ടറിലെത്തി ഇത്രയധികം കാര്യങ്ങൾ സംസാരിച്ചതിനും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിനും. മൈ ഡോക്ടർ പൂർണ്ണമാകുന്നു. തിങ്കളാഴ്ച മറ്റൊരു വിഷയമായി കാണാം. നമസ്കാരം. ARMC മൈ ഡോക്ടർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ARMC. ആർക്കും താങ്ങാവുന്ന ചിലവിൽ ഒരു ക്ലിനിക് ഉണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ IVF ചികിത്സാ കേന്ദ്രം ARMC. 18 വയസ്സ് കഴിഞ്ഞാൽ ഏത് സ്ത്രീയുടെയും മൗലിക അവകാശമാണ് ഇഷ്ടപ്പെട്ടവർക്ക് തന്റെ സമ്മതിദാന അവകാശം വളരെ രഹസ്യമായിട്ട് വിനിയോഗിക്കാന്നുള്ളത്. കോഴിത്തലയാ തോന്നിയാസം പറഞ്ഞല്ലോ. അയ്യോ, തെറ്റിദ്ധരിച്ചു. വോട്ട് കുത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട്. ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. ചുമ്മാതെ കളയരുതമ്മിണിയെ. ഇന്നു രാത്രി 10 മണിക്ക് ഡെമോക്രസിയിൽ ചുങ്കത് ജ്വല്ലറി ഡെമോക്രസി brought you by Real Gold. Everlasting relationships. Chungat Jewelry. powered by ഡബിൾ ബോസ് അവതരിപ്പിക്കുന്നു പുതിയ ഡയറ്റ് പായസം മിക്സ്. മനസ്സും നിറയെ കഴിക്കൂ. This news ജനങ്ങൾക്കു വേണ്ടി ബോബി ആൻഡ് മർഡോണ. രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി ബോബി ചമ്മണ്ണൂർ 600 കിലോമീറ്റർ ഓടുന്നു. 3 PM news brought you by മലയിൽ കറി പൗഡർ. ഊണുപൊടി പൊടിക്കാം, സദ്യ കെങ്കേമമാക്കാം. മലയിൽ സാമ്പാർ പൊടി. ഇനിയും കൗലാൽ കൊതിയുണർത്തുന്ന അതേ രുചി. ഇനി ഒന്നും നോക്കാനില്ല. പോപ്പുലർ ഫിനാൻസ് ഗോൾഡ് ലോൺ. സത്യസന്ധമായ സേവനം. മനസ്സറിഞ്ഞ സൗഹൃദം. ITC ബാങ്ക്. ബെറ്റർ ബാങ്കിംഗ്, ബെറ്റർ ലൈഫ്. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണ്ണം. മലബാർ ഗോൾഡ് പർച്ചേസ് സ്കീം. VKC പ്രൈഡ്, ഇന്ത്യയിലെ നമ്പർ 1 PU പാദരക്ഷകൾ.